ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നോജിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കുറേ ചർച്ചകൾ കുറേ നാളുകളിലേക്ക് നീണ്ടു നിന്നിരുന്നു, സംസാരിക്കാതെ. എന്തിനായാലും ഇന്ന് നല്ലൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മളെ സന്തോഷമാക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ലോകത്ത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പാപമല്ലാത്ത മറ്റുള്ളവർക്ക് നന്മയും അതുപോലെ തന്നെ ദൈവകൽപ്പനകൾ പാലിച്ചുമുള്ള മുന്നോട്ട് പോകുന്ന ഏതൊരു കാര്യവും മനുഷ്യൻ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ദൈവം, നമ്മുടെ പിതാവായ ദൈവം, ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടായേക്കാം, വിഷമങ്ങൾ ഉണ്ടായേക്കാം, പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. എന്തു തന്നെയായാലും അതിനെ മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും നമ്മളിലെല്ലാവരിലും ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. ഇന്നലെ 25-ാം തീയതി ആയിരുന്നു, ക്രിസ്മസിൻ്റെ ദിവസമായിരുന്നു. ക്രിസ്ത്യൻസും എല്ലാം എല്ലാവരും കൂടെ ഒരു ആഘോഷമായിട്ട് ക്രിസ്മസിനെ ആഘോഷിക്കുന്നു. യേശുവിൻ്റെ ജനന തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചത് ക്രിസ്മസ് ആയിട്ട്. നമ്മൾ മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചാൽ, അവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകാനായിട്ട് നമ്മൾ കാരണമായാൽ, അതാണ് ഏറ്റവും നല്ല ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുക എന്ന് പറയുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ടാകുന്നതും അപ്പോഴാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അവസരം, അത് നന്മയുടെ അവസരമാക്കി മാറ്റാനായിട്ട് സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും കഴിവ് നൽകട്ടെ. അതിനായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ചിന്താശേഷി ഉണ്ടാകട്ടെ. മറ്റുള്ളവരെ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും അവരെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്നും ഉണ്ടാകാതിരിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരായാലും, അത് ചെറിയ വയസ്സുള്ള ശിശുക്കളായാലും, അല്ലെങ്കിൽ യുവാക്കളായാലും, അല്ലെങ്കിൽ വൃദ്ധന്മാരായാലും, ആരായാലും, അതിന് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലും അവർക്ക് സന്തോഷവും സമാധാനം ഉണ്ടാകാനായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കണക്കാക്കാം. എപ്പോഴും വീഡിയോസ് ഇടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പറ്റുന്ന ദിവസങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് നിങ്ങളെ ഞാൻ ഇനിയിപ്പോൾ ക്രിസ്മസ് ഇന്നലെയായിരുന്നു. ഇനി അടുത്തത് ന്യൂ ഇയർ വരുന്നുണ്ട്. എല്ലാം ആഘോഷങ്ങൾക്കപ്പുറം നമ്മുടെ മനസ്സിലും മറ്റുള്ളവരുടെ മനസ്സിലുകളിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തെയും സന്തോഷത്തിൻ്റെയും മനസ്സിൽ ഉണ്ടാക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.